ഹലോ, ഹായ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തെങ്ങുമായി ബന്ധപ്പെട്ട കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഒരു തെങ്ങിൻ തൈയെങ്കിലും ഇല്ലാത്ത വീടുകൾ വിരളമാണ്. അഥവാ തെങ്ങിൻ തൈ ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു തെങ്ങിൻ തൈയെങ്കിലും വച്ച് പിടിപ്പിക്കാൻ നോക്കണം. കാരണം അത്രയ്ക്ക് ഉപകാരമുള്ള ഒരു കൽപ്പവൃക്ഷമാണ് നമ്മുടെ തെങ്ങ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഇനം തെങ്ങിൻ തൈകൾക്ക് പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട നമ്പർ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ തരുന്നതാണ്. ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് തെങ്ങിന് തടം വെട്ടുന്നത്. അതിലേറ്റവും നല്ല രീതിയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇങ്ങനെ തടം തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നല്ലൊരു രീതിയാണ് ഈ തടം വെട്ടുന്ന രീതി. അപ്പോൾ തെങ്ങിന് തടം തുറക്കുന്നത് 1 മീറ്റർ 80 സെൻറ്റിമീറ്റർ എന്നൊരു അളവ് പോലാക്കി ചുവട്ടിൽ നിന്നും തെങ്ങിൻ്റെ ചുറ്റളവ് മാർക്ക് ചെയ്യുക. ചുവടിൽ നിന്നും താഴേക്ക് സ്ലോപ്പ് എന്ന രീതിയിലാണ് തടം വെട്ടേണ്ടത്. ഇത് മഴവെള്ളം ചുറ്റിലും കെട്ടിക്കിടക്കാൻ സഹായിക്കുന്നു. ഇപ്പോൾ ഈ കൊത്തുന്ന രീതിയിലാണ്, ഇതുപോലെയാണ് നമ്മൾ തടം വെട്ടുന്നത്. ഇങ്ങനെ ചെയ്താൽ മണ്ണിലേക്ക് മഴവെള്ളം ആഴ്ന്നിറങ്ങാൻ സഹായിക്കുകയും ചെയ്യും. കോരിയ മണ്ണൊക്കെ തടത്തിൻ്റെ സൈഡിൽ തന്നെ ഇടേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇത് നമ്മൾക്ക് വളവും പച്ചില വളങ്ങളൊക്കെ ഇട്ടാൽ മൂടേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ ഉപകാരപ്രദമാകും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ലൈക്കും ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കേ ബൈ.